പരിപ്പ് പ്രഥമനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്, സദ്യ സ്റ്റൈലിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ തിരുവോണ നാളിലെ ഇതുപോലെ പരിപ്പ് പ്രഥമൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ 1/2 കിലോ പായസം പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പരിപ്പില്ലേ, അതാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂറായിട്ടുണ്ട് ഞാൻ വെള്ളം വാർക്കാൻ വെച്ചിട്ട്. വെള്ളമൊക്കെ വാർന്നപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ 3 തേങ്ങയുടെ 1/4 പാലാണ്, നല്ല തിക്കായിട്ടുള്ള പാല്. ഈ ഒരു ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് പാൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി കൂടെ കൂടുതൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേറൊരു എക്സ്ട്രാ കപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതോടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ എടുക്കുന്നത് 2/2 പാലും 3/4 പാലും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണത്. ഇത് നേരത്തെ കാണിച്ച ഗ്ലാസ് അളവിൽ തന്നെ ഒരു 6 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഈ പാലിലാണ് നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കുന്നത്, കുക്കറിലൊന്നുമല്ല. തനത് രുചിയിൽ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഒരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3/4 കിലോ അളവിലാണ് എടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലൊന്നുമല്ല വേവിച്ചെടുക്കുന്നത്, അടുപ്പിൽ വെച്ച് തന്നെയാണ്. ഇതിലേക്ക് ഇനി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കുകയാണ്. പരിപ്പിനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇടുകയാണ്. ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് പരിപ്പിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. റെഡ് കളറായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്തെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റണം. പരിപ്പെല്ലാം കോരി മാറ്റി ഇനി അതേ ഉരുളിലേക്ക് തന്നെ നമ്മുടെ 2/4 പാലും 3/4 പാലും മിക്സ് ചെയ്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ശർക്കര പൗഡർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതിനൊന്ന് അരിച്ചെടുക്കണം. ഈ മേലെ കാണുന്ന ഈ പതയൊക്കെ അതിൻ്റെ അഴുക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വറുത്ത് കോരി വെച്ചിട്ടുള്ള പരിപ്പ് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ഒതുങ്ങണം, എന്നിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാല് ഓൾറെഡി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് പരിപ്പിൻ്റെ ചൂടൊന്ന് കുറഞ്ഞും കിട്ടും. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പ് ഈ പാലിൽ കിടന്നിട്ട് വേവണം. ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് തിളച്ച് വേവണം. ഇപ്പം ഇതിൽ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പരിപ്പ് ഇങ്ങനെ തിളച്ച് വേവണമല്ലോ. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാല് അല്പം കുറവാണ്. ഞാൻ 6 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് പാലും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പാലിൽ കിടന്നിട്ട് പരിപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഇപ്പം നമുക്ക് തയ്യാറാക്കി വെക്കും. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എപ്പോഴൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. കുറച്ച് ഏലക്ക കണ്ടോ, ഇത്രയും അളവിൽ ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഇടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ടിട്ട് ഒരു കറക്കാം, അല്ലെങ്കിൽ ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക. അപ്പം ഞാനിത് ഇടിച്ചെടുക്കുകയാണ്. ഏലക്ക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഈ തോലോട് കൂടെ തന്നെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചതയ്ക്കുന്നത് ചുക്കാണ്. ചുക്ക് ഇതുപോലെ 1-2 ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക നമ്മളൊന്ന് വെറുതെ പൊട്ടിച്ചെടുക്കല്ലേ ചെയ്തുള്ളൂ. ചുക്ക് ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ പീസൊക്കെ മാറ്റിക്കളയാം. ഇതിൻ്റെ പൗഡർ മാത്രം എടുത്താൽ മതി. ഇപ്പൊ പരിപ്പൊക്കെ ചേർത്തിട്ട് പായസം ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുള്ള ഏലക്ക ഉണ്ടല്ലോ, ഏലക്കയുടെ തോടൊന്നും പൊട്ടിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, നന്നായി പൊടിച്ചെടുത്തിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചുക്ക്, അതും 1-1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് പരിപ്പ് വേവണം. പരിപ്പ് വേവുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ശർക്കരപ്പാനി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. പരിപ്പ് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പരിപ്പ് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് പരിപ്പ് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ കിടന്ന് തിളക്കട്ടെ. ഇതിപ്പോഴേ ചുക്കുപൊടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേ ഈ പായസം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല മണമാണ്. തിരുവോണത്തിനൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ രാത്രിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഒന്നും കൂടെ ഒന്ന് പാകമായിട്ടുണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് രാവിലെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഇത്തിരി സമയം വേണമല്ലോ. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഇപ്പം പരിപ്പ് ഇവിടെ നന്നായി വെന്ത് കുറുകിയിട്ടുണ്ട്, നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഈ പരിപ്പും ശർക്കരയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. കുറച്ച് നേരം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലും പരിപ്പും ശർക്കരയും നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. ഇതൊരു 2.5 ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തിള വരാറാവുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ 1-ാം പാൽ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ തിള ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നാളികേരക്കൊത്തൊക്കെ വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി തേങ്ങാക്കൊത്ത് വറുത്തിടാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പം 1/2 മുറി തേങ്ങ ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഒരു പിടി മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. മുന്തിരിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയും നമുക്ക് കോരി മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമൻ, അതും സദ്യ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പരിപ്പ് പ്രഥമൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.